ബി ഡി സതീശനെതിരെ ഗുരുതര ആരോപണവുമായി LDF കൺവീനർ TP രാമകൃഷ്ണൻ അദാനിയുമായി ബന്ധപ്പെട്ടവരുമായി ചർച്ച നടത്തിയെന്നാണ്. കഴിഞ്ഞ മെയ് 1 ബി ഡി സതീശൻ അദാനിയുമായി ബന്ധപ്പെട്ടു. അത് എന്തിനായിരുന്നു, അതൊരു വിവാദമായിരുന്നു എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ബിഗ് ന്യൂസിൽ അതൊരു വലിയ വാർത്തയായിരുന്നു. അതിനോടനുബന്ധിച്ച് LDF കൺവീനർ TP രാമകൃഷ്ണൻ ശക്തമായി ആരോപണം ഉന്നയിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. 1 രാവിലെ അന്നത്തെ പ്രതിപക്ഷ നേതാവ് മംഗലാപുരത്തേക്ക് ഒരു യാത്ര നടത്തുകയുണ്ടായി. ആ യാത്രയിൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നത് ഈ സ്വർണം കള്ളക്കടത്തിൽ, സ്വർണ്ണ കവർച്ചയിൽ SIT ചോദ്യം ചെയ്ത രജികുമാർ എന്നൊരു വ്യക്തി കൂടി അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് ബിഗ് TV റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ യാത്ര ഈ കാടാമ്പുഴ ക്ഷേത്രം സന്ദർശിക്കാനാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് വിശദീകരിച്ചത്. മൂകാംബിക ക്ഷേത്രം സന്ദർശിക്കാനാണ് പോയത് എന്നാണ് അദ്ദേഹത്തിൻ്റെ വിശദീകരണം. ഈ യാത്രയിൽ അദാനി ഗ്രൂപ്പിൻ്റെ പ്രസിഡന്റിനെ അന്നത്തെ പ്രതിപക്ഷ നേതാവ് കാണുകയുണ്ടായി. കർണാടകയിലെ NDA നേതാവായിട്ടുള്ള BM ഫാറൂഖിൻ്റെ വസതിയിലാണ് ഈ കൂടിച്ചേരൽ നടത്തിയത് എന്നാണ് വാർത്ത വന്നത്. ഇത് സംബന്ധിച്ച് കർണാടക കോൺഗ്രസ് കമ്മിറ്റി AICC നേതൃത്വത്തിന് പരാതി നൽകി എന്ന വാർത്തയും പുറത്തു വന്നിട്ടുണ്ട്. ബിഗ് TV ഗൗരവതരമായ ഒരു ആരോപണം ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിട്ടുണ്ട്. അവരുന്നയിച്ച ആരോപണത്തിൽ പറഞ്ഞിട്ടുള്ളത് സതീശന് രാഷ്ട്രീയ ബിസിനസ് ആണോ എന്ന് ബിഗ് TV ചോദിക്കുന്ന നില സ്വീകരിക്കേണ്ടായി. ഇങ്ങനെ ഒരു ഗൗരവമേറിയ ഒരു ആരോപണം വളരെ ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾക്കെതിരെ ഇപ്പോൾ മുഖ്യമന്ത്രിയാകും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരാൾക്കെതിരെ ഉയർന്നു വന്നാൽ അതിന് ആവശ്യമായി ഈ പരാതി ശരിയാണോ തെറ്റാണോ, പരാതി ശരിയോ തെറ്റോ എന്നുള്ള പ്രശ്നത്തിലേക്കല്ല ഞാൻ കിടക്കുന്നത്. ഇത്തരമൊരു പരാതി വന്നു കഴിഞ്ഞാൽ ആ പരാതി ശരിയാണോ തെറ്റാണോ എന്ന് വിശദീകരിക്കുന്നത് കോൺഗ്രസിൻ്റെ നേതൃത്വമാണ്. എന്നാൽ ഇതുവരെയും കേരളത്തിലെ KPCC നേതൃത്വമോ അഖിലേന്ത്യാടിസ്ഥാനത്തിലുള്ള കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡോ ഇത് സംബന്ധിച്ചുള്ള ഒരു വിശദീകരണവും ഇതുവരെയും നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ യഥാർത്ഥ സ്ഥിതി. അപ്പോൾ ഈ പ്രശ്നത്തിൽ, ഈ ഉന്നയിക്കപ്പെട്ട ആരോപണത്തിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. ആ വ്യക്തത വരുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള വിശദീകരണം കോൺഗ്രസിൻ്റെ നേതൃത്വമാണ് നൽകേണ്ടത്. 2 കോൺഗ്രസിനും വിശദീകരണം നൽകാനുള്ള ഉത്തരവാദിത്വമുണ്ട്. KPCC നേതൃത്വത്തിനും ഉത്തരവാദിത്വമുണ്ട്, AICC നേതൃത്വത്തിനും ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം അവർ നിറവേറ്റണം. ഈ ആരോപണം ശരിയോ തെറ്റോ എന്നുള്ളത് ആവശ്യമായ വിശദീകരണം നൽകേണ്ടത് അവരാണ്. ഈ പ്രശ്നത്തെക്കുറിച്ച്, ഉന്നയിക്കപ്പെട്ട ആരോപണത്തെക്കുറിച്ച് ഗൗരവമായ അന്വേഷണം നടത്തണം എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആവശ്യപ്പെടുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇപ്പോൾ കർണാടക കോൺഗ്രസ് പരാതി നൽകിയോ ഇല്ലയോ എന്നുള്ളത് ഇപ്പം ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത് പറയേണ്ടത് കോൺഗ്രസിൻ്റെ നേതൃത്വമാണ്. അപ്പോൾ ആ നിലയിൽ ആ കാര്യങ്ങളിൽ ആവശ്യമായ വ്യക്തത ഉണ്ടാകണം എന്നുള്ളതാണ് ഈ പ്രശ്നത്തിൽ ചൂണ്ടിക്കാണിക്കാനുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇന്ന് കേരളമാകെ ചർച്ച ചെയ്യുന്നത് കേരളത്തിൻ്റെ ഭാവി മുഖ്യമന്ത്രി ആരായിരിക്കും
ഇത് സംബന്ധിച്ചുള്ള ഹൈക്കമാൻഡിൻ്റെ തീരുമാനത്തിന് വേണ്ടി എല്ലാവരും കാത്തു നിൽക്കുകയാണ്. ഇത്രയും ദിവസങ്ങളായിട്ടും ഹൈക്കമാൻഡിന് തീരുമാനമെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് അവരുടെ ആഭ്യന്തരമായ കാര്യം. പക്ഷേ ജനാധിപത്യ വ്യവസ്ഥയാണുള്ളത്. ഭരിക്കാൻ ആവശ്യമായത്ര ഭൂരിപക്ഷം. അങ്ങനെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതിപക്ഷത്തിരിക്കാനാണ് ജനവിധി. ആ ജനവിധിക്കനുസരിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ പ്രവർത്തിക്കാൻ കഴിയും. ജനവിധി കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UDF കേരളം ഭരിക്കണമെന്ന്. അത് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു പ്രധാനപ്പെട്ട തീരുമാനം തന്നെയാണ്. ആ തീരുമാനത്തോട് നീതി പുലർത്താനുള്ള ബാധ്യത കോൺഗ്രസിനും UDFനും ഉണ്ട്. ജനങ്ങളോട് നീതി പുലർത്താനല്ല, ജനങ്ങളുടെ ജനാധിപത്യ മനസ്സിനോട് നീതി പുലർത്താനുള്ള ബാധ്യത അവർക്കുണ്ട്. ആ ബാധ്യത അവർ നിറവേറ്റുന്നില്ല. കേരളത്തിൽ ഗവൺമെന്റ് രൂപീകൃതമായിട്ടില്ലെങ്കിലും ഗവൺമെന്റിന്റെ ഭാഗമായി നടക്കേണ്ടുന്ന നിരവധി ഭരണ നടപടികൾ തുടരുകയാണ്. സംഘടനാ ഭാരവാഹികൾ കൊടുക്കുന്ന ലിസ്റ്റിനനുസരിച്ച് സർക്കാർ ജീവനക്കാരെ തലങ്ങും വിലങ്ങും സ്ഥലം മാറ്റം നടത്തി തുടങ്ങി. ഏത് ഗവൺമെന്റ് തീരുമാനപ്രകാരമാണെന്നറിയില്ല. സംഘടനാ ഭാരവാഹികൾ നൽകുന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥന്മാർ ഇത് നടപ്പിലാക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് യഥാർത്ഥത്തിൽ നീതിയാണോ? ഒരു സമൂഹത്തോട് കാണിക്കേണ്ടുന്ന രാഷ്ട്രീയമായിട്ട് ഭിന്നതകളൊക്കെ ഉണ്ടായേക്കാം. ഒരു ഗവൺമെന്റ് പോലും രൂപീകരിക്കാത്ത സന്ദർഭത്തിൽ സംഘടനാ ഭാരവാഹികൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥന്മാർ സ്ഥലമാറ്റം നടത്തുന്നു. ചിലർ നിർബന്ധമായി ലീവ് എടുത്തു പോകേണ്ടുന്ന സ്ഥിതി വരെ ചില മേഖലകളിൽ വന്നിട്ടുണ്ട്. മനസ്സിലാക്കിയിട്ടുള്ളൊരു വിവരം സപ്ലൈകോയുടെ അരിവിലയിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. സാധാരണ ഈ അരിവിലയിൽ ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ 13 ഇനം സാധനങ്ങൾക്ക് വില വർധനവില്ല. പിന്നീട് ഒരിക്കൽ വില വർദ്ധിപ്പിക്കുന്നത് ക്യാബിനറ്റിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ ക്യാബിനറ്റാണ് തീരുമാനിക്കേണ്ടത്. അതൊന്നും ചെയ്യാതെ സപ്ലൈകോന്റെ ഡിപ്പോയിലൂടെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന അരിക്ക് 2 രൂപ വില കയറ്റി എന്നുള്ളതാണ് പുറത്തു വന്നിട്ടുള്ള വിവരം. ഇത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. അപ്പം ഇങ്ങനെ ജനദ്രോഹ നടപടികൾ സ്വീകരിക്കുന്ന കാര്യത്തിൽ അവർ തുടക്കം കുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഗവൺമെന്റ് ഇതുവരെ രൂപീകൃതമായിട്ടില്ല. ഗവൺമെന്റ് രൂപീകൃതമാകുന്നതിന് മുമ്പ് തന്നെ ഉദ്യോഗസ്ഥരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത്തരം ചില നടപടികൾ അവർ സ്വീകരിക്കുന്നു. ഇത് നീതിപൂർവമല്ല. ഇതൊരു ജനാധിപത്യ സമൂഹത്തിൽ സ്വീകരിക്കേണ്ടുന്ന നടപടികളുമല്ല. അതുകൊണ്ട് അത്തരം നിലപാടുകൾ വളരെ അങ്ങേയറ്റം കടുത്ത പ്രതിഷേധാർഹമാണ്. സ്വാഭാവികമായിട്ടും ഈ നടപടികളെല്ലാം എതിർത്തു പോകേണ്ടി വരും എന്നുള്ളതാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ ജനക്ഷേമ നടപടികൾ തുടരാനും വികസന പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനും എല്ലാവിധ പിന്തുണയും അറിയിച്ചിട്ടുണ്ട്. ന്യായമായ എല്ലാ പ്രശ്നങ്ങളിലും ആവശ്യമായ സഹായം. ഇവിടെ നടപ്പിലാക്കിയ ജനക്ഷേമ നടപടികൾ തുടരാൻ എന്ത് പിന്തുണ വേണമെങ്കിലും കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായൊരു നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ പ്രശ്നങ്ങളെ എതിർക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്.